നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു ദിവസം നീ ഒറ്റയ്ക്കാകും രാജലക്ഷ്മി. അന്ന് വിലപിക്കരുത്. എന്താ ഇത്ര വലിയ ആലോചന? കൈമളേട്ടാ, എന്താ ഇത്ര വലിയ ആലോചന? രാജലക്ഷ്മി, എന്താ കൈമളേട്ടാ? കൈമളേട്ടാ പറ. നീയൊന്ന് മുറ്റത്തേക്ക് നോക്ക്. എന്താ കൈമളേട്ടാ? നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്ത്? ഒന്നുമില്ല. എന്നാ ഞാൻ പലതും കാണുന്നുണ്ട്. സുമുഖനും ആരോഗ്യവാനുമായ ഒരു യുവാവ് ഈ മുറ്റത്തുകൂടിയാണ് സുന്ദരിയും തറവാടിയുമായ ഒരു പെൺകുട്ടിയെ താലികെട്ടി ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവർ സൗഖ്യപൂർവവും അല്ലലില്ലാത്തതുമായൊരു ജീവിതം നയിക്കുന്നതിന് ഈ മുറ്റം തന്നെ സാക്ഷിയായി. അവരുടെ പൊന്നോമന കുഞ്ഞുങ്ങൾ, 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും ഈ മുറ്റത്താണ് പിച്ചവെച്ച് വളർന്നത്. ജീവിതം ആനന്ദദായകവും ഒരിക്കലും ലഹരി പറ്റാത്ത വീഞ്ഞുപാത്രം പോലെ മധുരിക്കുന്നതാണെന്ന് ആ യുവാവും യുവതിയും കരുതി. എന്നാൽ അവരിപ്പോ എവിടാ രാജലക്ഷ്മി? ജരാനരകൾ ബാധിച്ച് പരസ്പരം കൈകോർത്തു പിടിച്ച് ആളൊഴിഞ്ഞ ഈ മുറ്റത്തേക്ക് നോക്കി നെടുവീർപ്പടക്കി നിൽക്കുന്നു. ഈ മുറ്റത്തോടി കളിച്ച പൊന്നോമന കുഞ്ഞുങ്ങളെവിടെ? ജയറാം, അവൻ മുകളിലൊരു നക്ഷത്രമായി. കൈമളേട്ട, ഉഗ്രശാസനൽ രസിക്കാതെ ജഗദീശൻ പോയി. സാവിത്രി അവിടെ ലോകത്ത്. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ പല പ്രപഞ്ചങ്ങൾ. ജയരാമന്റെ മകൾ മീനാക്ഷിയായിരുന്നു സ്വത്ത്. അവൾ നിന്റെ മനസ്സിൽ നിന്ന് പടിയളച്ചു പിണ്ടം വയ്ക്കപ്പെട്ടു. ഒടുവിലിറങ്ങി മകളെ പോലെ കരുതിയ നന്ദിനിയും. നമ്മുടെ കൊച്ചുമകൾ വൈക എവിടെയാണെന്ന് പോലും അറിയില്ല. കൈമളേട്ട, ഞാനാണോ എല്ലാത്തിനും കാരണം? ഒരിക്കലും നമ്മൾ സമ്പന്നരായിരുന്നു രാജലക്ഷ്മി. സ്വത്തും പണവുമൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. സ്നേഹം, പരസ്പര വിശ്വാസം, ആത്മബന്ധങ്ങൾ, അതിന്റെയൊക്കെ കെട്ടുറപ്പുണ്ടായിരുന്നു ഈ കുടുംബത്തിൽ. അതൊന്നും ഇന്നില്ല. കൈക്കുമ്പിളിലെ വെള്ളത്തുള്ളികൾ പോലെ ഒക്കെയും ചോർന്നുകൊണ്ടിരിക്കുമ്പോൾ പഴിയിൽ നിന്ന് ഒഴിവാകാൻ ഓരോരുത്തർക്കും ചോദിക്കാം, ഞാനാണോ എല്ലാത്തിനും കാരണമെന്ന്.
ഞാൻ കൂടിയാണ് എല്ലാത്തിനും കാരണമെന്ന് ഓരോരുത്തരും തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ സത്യം. രാജലക്ഷ്മി, ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ കൂടിയാണ് എല്ലാത്തിനും കാരണം. അന്ധനായി പോയെന്ന കാരണം കൊണ്ട് ധൃതരാഷ്ട്രക്ക് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. ചെയ്ത തെറ്റിനും വീണ ചോരയ്ക്കും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതുണ്ട്. വാനപ്രസ്ഥം. കൈമലേട്ട, ഒരു ദിവസം നീ ഒറ്റയ്ക്കാകും രാജലക്ഷ്മി. അന്ന് വിലപിക്കരുത്. എന്ത് കഷ്ടകാലം അമ്മ. സാരമില്ല, ഒക്കെ മാറും. ദേവിയുടെ തിരുനടയിലല്ലേ ഇരിക്കുന്നത്. നന്നായി പ്രാർത്ഥിച്ചോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.